വെൽക്കം ടു NCERT +1 +2 ഫിസിക്സ്. അപ്പോൾ നമുക്ക് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഓക്കെ, ദിസ് ഈസ് ചാപ്റ്റർ 1, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പൊ ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അല്ല, പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും കണ്ടന്റ്സ് സെയിം ആണ്. ഓക്കെ, എനിക്കൊന്ന് ഇതിൻ്റെ കുറച്ച് അഡീഷണൽ കണ്ടന്റ്സും കൂടി വരും. ബട്ട് എല്ലാം ഇപ്പോഴുള്ള ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കാര്യങ്ങളും ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ വിൽ സീ ദ ഫസ്റ്റ് സെക്ഷൻ വിച്ച് ഇസ് ദ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ബേസിക്കലി ഈ ചാപ്റ്ററിൽ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണെന്നാണ് ആക്ച്വലി പഠിക്കുക. അതൊക്കെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പം എന്താണ് നോക്കി നിങ്ങൾക്ക് ഒരു അതായത് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് സിന്തറ്റിക് ക്ലോത്ത്സ് അല്ലെങ്കിൽ സ്വെറ്റർ ഒക്കെ ഇത് നിങ്ങൾ ഏതെങ്കിലും ഡാർക്ക് സ്പേസിൽ നോക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. റിമൂവ് ചെയ്യുവാണെങ്കിൽ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രാക്ലിംഗ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഇതെന്ന് എസ്പെഷ്യലി പോളിസ്റ്റർ സാരിയിലും ഒക്കെ ഇത് സംഭവിക്കും. ഇത് ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോളിസ്റ്റർ സാരി ഒക്കെ കുറേ നേരം ഇട്ട് കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റിലിരുന്ന ആ ഫ്രിക്ഷൻ കാരണം അവിടെ ഒരു ചാർജ് ആക്ച്വലി ഈ സാരിയിൽ പോളിസ്റ്റർ സാരിയിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്റ്റോർ ചെയ്ത ചാർജ് അവിടുന്ന് പോകണമല്ലോ. അത് പോകുന്നതിന് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയും. ആ സ്റ്റാറ്റിക് ചാർജ് ഡിസ്ചാർജ് ചെയ്യണം സറൗണ്ടിങ്സിലേക്ക്. അതെന്ന് പറയുന്നതായിരിക്കും ഈ ലൈറ്റും സൗണ്ടുമായിട്ടൊക്കെ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡാർക്ക് റൂമിലൊക്കെ ആണെങ്കിൽ, ഡാർക്ക് സ്പേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും നോട്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പല എക്സ്പീരിയൻസസും ഉണ്ടാവും. ഇനി വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈറ്റ്നിങ്. ഓക്കെ, ദിസ് ഇസ് എ കോമൺ എക്സാമ്പിൾ ഫോർ ഇലക്ട്രിക് ഡിസ്ചാർജ്. ഇലക്ട്രിക് ഡിസ്ചാർജിന്റെ യൂഷ്വലി ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇലക്ട്രിക് ലൈറ്റ്നിങ്. ഓക്കെ, തണ്ടർ സ്റ്റോംസിന്റെ ഒക്കെ സമയത്ത് നമ്മൾ കാണുന്ന ഈ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് ഒരു കോമൺ എക്സാമ്പിൾ ആണ് ഇലക്ട്രിക് ഡിസ്ചാർജിന്റെ. അതുപോലെ തന്നെ പലർക്കും മിന്നൽ പോലെ മിന്നൽ പോലെ അടിക്കും, ഷോക്ക് അടിക്കുന്ന പോലെ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പം നമ്മളൊരു കാറിന്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴും ഒക്കേഷണലി somebody might have experienced, right? അതുപോലെ തന്നെ ഈ ബസിന്റെ സീറ്റിൽ നിന്ന് എണീറ്റിട്ട് അയൺ ബാറിൽ പിടിക്കുമ്പോഴും ഒക്കെ ഈ ഒക്കേഷനിൽ നിങ്ങൾക്ക് ഒരു ഷോക്ക് അടിക്കുന്ന പോലത്തെ ആ ഒരു ഇഫക്റ്റ് വരും. അപ്പൊ ഇതെല്ലാം ഈ കാരണങ്ങളെല്ലാം ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ഷോക്ക്, അതെല്ലാം ഇതിന്റെ എല്ലാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബേസിക് റീസൺ ഇസ് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ അവർ ബോഡി. അതാണ് അവിടെ ബേസിക്കലി നമുക്ക് ഷോക്ക് ആയിട്ടും ഒക്കെ വരുന്നത്. സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചാർജ് ഡിസ്ചാർജ് ആവുകയാണ്, റിമൂവ് ചെയ്യുകയാണ്. ഡിസ്ചാർജിങ് ഓഫ് ഇലക്ട്രിക് ചാർജ് ടു അവർ ബോഡി. ഓക്കെ, ബേസിക്കലി എന്തെങ്കിലും അത് ഈ ചാർജ് എങ്ങനെയാണ് സ്റ്റോർഡ് ആവുക? അതൊരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള സർഫസുകൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് അവിടെ അക്കുമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോർഡ് ആവും. അതിനുശേഷം അത് ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഫിനോമിനൊക്കെ കാണുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി തന്നെ ഇതിന്റെ എല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തന്നെ ഇതിന്റെ മുന്നിലത്തെ ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് ഇതിന്റെ എല്ലാം ബേസിക്കലി ഉള്ള കാരണം. അപ്പം ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലും അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററിലും എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പൊ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്, ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷിലെ ഈ വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് സംതിങ് വിച്ച് ഡസന്റ് മൂവ് ഓർ ചേഞ്ച് വിത്ത് ടൈം. ഓക്കെ, എനിത്തിങ്, നോട്ട് സംതിങ്, എനിത്തിങ് ദാറ്റ് ഡസന്റ് മൂവ്, അത് മൂവ് ചെയ്യാത്തത് അല്ലെങ്കിൽ സമയത്തിനനുസൃതമായിട്ട് മാറ്റം വരാത്തത്, ദാറ്റ് മീൻസ് മൂവ് ചെയ്യാത്ത എന്തിനെയും നമ്മൾ പറയും സ്റ്റാറ്റിക് ആണെന്ന് പറയും. സോ ദാറ്റ് ഇസ് സ്റ്റാറ്റിക്. ആൻഡ് ഇലക്ട്രിസിറ്റി, അപ്പൊ മൂവ് ചെയ്യാത്ത, മനസ്സിലായോ? ജസ്റ്റ് അക്കുമുലേറ്റഡ് ആയിട്ടുള്ള ചാർജിനെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ ബ്രോഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചാപ്റ്ററിലും നെക്സ്റ്റ് ചാപ്റ്ററിലും നമ്മൾ ഡീൽ ചെയ്യുക. ആൻഡ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? സോ സ്റ്റാറ്റിക് കറൻസിനെയാണ്. സോ ദിസ് ഇസ് ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്.
ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ദിസ് എ സ്റ്റഡി ഓഫ് ഫോഴ്സസ്, ഫീൽഡ്സ് ആൻഡ് പൊട്ടൻഷ്യൽസ് അറൈസിങ് ഫ്രം സ്റ്റാറ്റിക് ചാർജ്. സ്റ്റാറ്റിക് ചാർജിൽ നിന്നും അറൈസ് ചെയ്യുന്ന ഫോഴ്സ്, ഫീൽഡ്സ് ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ ഈ ചാപ്റ്ററും നെക്സ്റ്റ് ചാപ്റ്ററിലും വിൽ സീ ദോസ് തിങ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നോക്കാം. ദിസ് ഇസ് സെക്ഷൻ 1.2 വിച്ച് ഇസ് ദ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് സെക്ഷൻ. അപ്പോഴത്തേക്കും നമ്മളിത് കൊച്ചിലെ മുതൽ തന്നെ അല്ലെങ്കിൽ കേൾക്കുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഒക്കെ പണ്ടേ നമ്മൾ കൊച്ചിലെ മുതൽ കേൾക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആംബർ എന്ന് പറയുന്ന സാധനം. ആംബർ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു വളരെ എന്താ പറയാ ഫോസിലാണ്, ഒരു ഫോസിലൈസ്ഡ് ട്രീ റെസിൻ ആണ്. അപ്പം ഈ ആംബർ എന്ന് പറയുന്നത് വൂളിലോ അല്ലെങ്കിൽ സിൽക്കുമായിട്ടോ റബ്ബ് ചെയ്തതിനു ശേഷം അതിന് ചെറിയ ചെറിയ ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് 600 BC ഗ്രീസിലാണ്. ഗ്രീസിലെ സയന്റിസ്റ്റ് ആണിത് ആദ്യമായിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന വേർഡ്, ബേസിക്കലി നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന വേർഡ് അത് വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡായ ഇലക്ട്രോണിന്റെ അകത്തു നിന്നാണ്. ഇലക്ട്രോണിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഈ ഒരു ഗ്രീക്ക് വേർഡ് ഉണ്ട്, അതിന്റെ അകത്തു നിന്നാണ് ബേസിക്കലി ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ടേം തന്നെ വന്നിരിക്കുന്നത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ആംബർ എന്നാണ്. ഓക്കെ, ഇലക്ട്രോൺ, ഗ്രീക്കിലെ ഇലക്ട്രോൺ മീൻസ് ആംബർ ആണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഇതുപോലെ നമ്മളിപ്പോ ആംബർ ഈ വൂളോ സിൽക്കോ ആയിട്ടോ റബ്ബ് ചെയ്തതിനു ശേഷം അതിന് ചെറിയ ചെറിയ ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അത് റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് ചെറിയ ചെറിയ ഒബ്ജക്ട്സ്, ചെറിയ ചെറിയ ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ സ്ട്രോയോ പിത്ത് ബോൾസോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ പല പല മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അത് വീട്ടിൽ തന്നെ ചില കാര്യങ്ങളിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു വലിയ പീസ് ഓഫ് ഒരു പേപ്പർ കട്ട് ചെയ്യുക, വൈറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അവനെ ഒന്ന് അയൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ TV സ്ക്രീനിന്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. നമുക്ക് മനസ്സിലാവും ആ സ്ട്രിപ്പ് സ്ക്രീനിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് കാണാൻ സാധിക്കും. ഒരു നിമിഷത്തേക്ക് അതിങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സോ അവിടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതുപോലെ തന്നെ നോക്കുക, ഇനി നമ്മളുടെ ഈ ടെക്സ്റ്റിലെ ഫിഗേഴ്സ് നോക്കുക. ഈ ഫിഗറിൽ എന്താണ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണ്. അപ്പം ഈ ഫിഗർ നമുക്കൊന്ന് നോക്കാം. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഫിഗറിൽ നോക്കിക്കേ. ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് 2 ഗ്ലാസ് റോഡ്സ് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഒരു സിൽക്ക് ത്രെഡും ഇവിടെ കാണിച്ചിട്ടുണ്ട്. സംഭവം രണ്ടും ഗ്ലാസ് റോഡ്സ് ആണ്. ഇപ്പം 2 ഗ്ലാസ് റോഡ്സ് യു ക്യാൻ സി. ഇവിടെ ഒരു ഗ്ലാസ് റോഡ് ഉണ്ട്, ഇവിടെ ഒരു ഗ്ലാസ് റോഡ് ഉണ്ട്. അതെന്ന് പറയുന്ന വൂളോ അല്ലെങ്കിൽ സിൽക്ക് ക്ലോത്ത് കൊണ്ടോ റബ്ബ് ചെയ്തതിന് ശേഷം അവരെ ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇങ്ങനെ അവരെ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദേ ആർ ഫൗണ്ട് ടു റിപ്പൽ. കാര്യം അത് റിപ്പൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഇതിപ്പം പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. റിപ്പൽ ചെയ്യുന്ന ഇവിടെ നോക്കിക്ക്, ഇവിടെയും ഡെവലപ്പ് ആയത് പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനത്തെ ആ റബ്ബിംഗ് മൂലം ഇവിടെയും പോസിറ്റീവ് ചാർജ് വന്നു, ഇവിടെയും പോസിറ്റീവ് ചാർജ് വന്നു. അപ്പൊ പോസിറ്റീവ് ചാർജസും കൂടെ അടുത്ത് വരുമ്പോൾ അത് റിപ്പൽ ചെയ്യുന്നു അല്ലെ. അപ്പൊ റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ആൻഡ് ഈ ഒരു വൂളോ അല്ലെങ്കിൽ റബ്ബ് ചെയ്യാൻ ഉപയോഗിച്ച ആ ക്ലോത്തോ അതെന്ന് പറയുന്നത്, ഓക്കെ, വൂൾ അല്ലെങ്കിൽ ആ ക്ലോത്ത് എന്ന് പറയുന്നത് റബ്ബ് ചെയ്യാൻ ഉപയോഗിച്ചതും റിപ്പല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ ആർ ഓൾസോ റിപ്പല്ലിങ് ഈച്ച് അതർ. നേരെ മറിച്ചൊരു ഗ്ലാസ് റോഡും വൂളും ആണെങ്കിൽ അവര് അട്രാക്റ്റഡ് ആവുകയാണ്. ഓക്കെ, ആ റബ്ബ് ചെയ്യാൻ ഉപയോഗിച്ച ക്ലോത്ത്സും അവിടെ റിപ്പൽ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഗ്ലാസ് റോഡും വൂളും അവര് തമ്മിൽ അട്രാക്ഷൻ ആണ് ഉള്ളത്. ഓക്കെ, അട്രാക്റ്റഡ് ആവുകയാണ്. ഇനി നോക്കി അടുത്തൊരു ഇപ്പം പ്ലാസ്റ്റിക് റോഡാണ്. നെക്സ്റ്റ് ഫിഗറിൽ യു കുഡ് സി പ്ലാസ്റ്റിക് റോഡ്. ഇവിടെ രണ്ടും എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് റോഡ്സ് ആണ്. അപ്പം പ്ലാസ്റ്റിക് റോഡ് നോക്കിക്കേ, അതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് റബ്ഡ് വിത്ത് സം കാറ്റ്സ് ഫർ. കാറ്റ്സ് ഫറുമായിട്ട് അത് റബ്ബ് ചെയ്യുവാന്ന് വിചാരിക്കുക. കാറ്റ്സ് ഫറുമായിട്ട് റബ്ബ് ചെയ്യുവാണെങ്കിൽ
അങ്ങനെ റബ്ബ് ചെയ്യുമ്പം ഇവിടെ വന്നിരിക്കുന്ന ചാർജ് നോക്കി, ഇവിടെ രണ്ട് നെഗറ്റീവ് ആണ്. ഇവിടെ രണ്ട് റബ്ബ് ചെയ്തതിന് ശേഷം നെഗറ്റീവ് ചാർജസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, അതും ഇവിടെ റിപ്പൽ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഇവിടെ പണ്ട് സയന്റിസ്റ്റിന് ഇവിടെ നെഗറ്റീവ് വന്നു എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ആ ഫിഗറിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതേപോലെ ഇപ്പൊ അവർ എക്സ്പെരിമെന്റ് ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള രീതിയിൽ അവർ പറയും, ഇങ്ങനെ റബ്ബ് ചെയ്തപ്പം റിപ്പൽ ചെയ്തു, ഗ്ലാസ് റോഡ്സ് തമ്മിൽ സിൽക്ക് റോഡിൽ റബ്ബ് ചെയ്ത് അറ്റാച്ച് നോക്കിയപ്പം അടുത്ത് കൊണ്ടുവന്നപ്പോൾ റിപ്പൽ ചെയ്തു. അതുപോലെ പ്ലാസ്റ്റിക് റോഡും ഒരു ഫെറും ആയിട്ട് റബ്ബ് ചെയ്ത് അതിന് ശേഷം അടുത്ത് കൊണ്ടുവന്നപ്പോൾ അതും റിപ്പൽ ചെയ്തു. അപ്പൊ അതിന്റെ കാരണം ഇതാണ്, എന്താണ് അവർ ഡെവലപ്പ് ചെയ്യുന്ന ചാർജസ് ഒരേപോലെ ആയതുകൊണ്ടാണ് അവർ റിപ്പൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ കൺക്ലൂഷൻ കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, ഈ കേസിൽ ഒരെണ്ണം ഒരു പ്ലാസ്റ്റിക് റോഡും മറ്റേതൊരു ഗ്ലാസ് റോഡും ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അട്രാക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ അതൊരു വാട്ട് ദേ ഹാവ് ഫൗണ്ട് ഇസ് ദാറ്റ് അട്രാക്ഷൻ ആണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് റോഡ് ഗ്ലാസ് റോഡിനെ അട്രാക്ട് ചെയ്യുകയും എന്താണ് ഈ ഗ്ലാസ് റോഡ് റബ്ബ് ചെയ്തിരിക്കുന്ന സിൽക്ക് അല്ലെങ്കിൽ വൂളൻ എന്ന് പറയുന്നതിന് ഇത് റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഗ്ലാസ് റോഡ് റിപ്പൽസ് ദ ഫെറിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഈ ഗ്ലാസ് റോഡും പ്ലാസ്റ്റിക് റോഡും അട്രാക്ട് ആവാൻ കാരണം എന്ത്, ഇവിടെ പ്ലാസ്റ്റിക് റോഡിൽ നെഗറ്റീവും ഗ്ലാസ് റോഡിൽ പ്ലസും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് അവരവിടെ അട്രാക്റ്റഡ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്ക്, ഇവിടെ ഇനി ഈ പടങ്ങളിലേക്ക് പോവാം. ഇപ്പം ഒരു പ്ലാസ്റ്റിക് റോഡ് എന്ന് പറയുന്നത് അത് ഫെറുമായിട്ട്, അത് യു ക്യാൻ സി രണ്ട് പിത്ത് ബോൾസ് ആണ് ഇവിടെ. സി ദിസ് പിത്ത് ബോൾ. ഓക്കെ, ആ രണ്ട് പിത്ത് ബോൾസ്, ഇതാണ് പിത്ത് ബോൾസ്. അതെന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സിൽക്കോ അല്ലെങ്കിൽ നൈലോൺ ത്രെഡുമായിട്ടോ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് റോഡ്, ആ പ്ലാസ്റ്റിക് റോഡ് എന്ന് പറയുന്നത് ഫറുമായിട്ട് റബ്ബ് ചെയ്ത് പ്ലാസ്റ്റിക് റോഡ് ഈ പിത്ത് ബോൾസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ, ഓക്കെ, പിത്ത് ബോൾസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് പിത്ത് ബോൾസിന്റെ അടുത്തേക്ക് കൊണ്ടുവരാന്നുള്ളതല്ല, അപ്പം പ്ലാസ്റ്റിക് റോഡ് വിച്ച് ഇസ് റബ്ഡ് വിത്ത് ഫർ. ഓക്കെ, പ്ലാസ്റ്റിക് റോഡാണ്. ഓക്കെ, ഈ പ്ലാസ്റ്റിക് റോഡ് അത് ഫറിൽ റബ്ബ് ചെയ്ത് ഈ പ്ലാസ്റ്റിക് റോഡ് എന്ന് പറയുന്നത് ഒരു രണ്ട് സ്മോൾ പിത്ത് ബോൾസ്. ഇവിടെ ഉള്ളതാണ് നമ്മുടെ പിത്ത് ബോൾസ്. അത് ഹാങ് ചെയ്തിരിക്കുന്നത് സിലിക്കോൺ നൈലോണിലാണ്. അതിൻ്റെ അകത്തേക്ക് ഈ പ്ലാസ്റ്റിക്, അത് ഫർ വെച്ച് റബ്ബ് ചെയ്ത പ്ലാസ്റ്റിക് റോഡ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ രണ്ട് ഇതും റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, റിപ്പൽ ചെയ്യും. ഓക്കെ, ആൻഡ് ദേ ആർ ഓൾസോ എന്താണ്, അവർ ഈ ബോൾസ് റിപ്പൽ ചെയ്യും. ആ റോഡിലും റിപ്പൽഷൻ കാണാം, ബോൾസും റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ നമുക്ക് ബിക്കോസ് ഇതിന്റെ കാരണം രണ്ട് നെഗറ്റീവ് ചാർജസ് ആണ്, അതുകൊണ്ടാണ് അത് റിപ്പൽ ചെയ്യുന്നത്. അതിന്റെ ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്, അത് റിപ്പൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കേസിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇതെവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പിത്ത് ബോൾസ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്ത ഗ്ലാസ് റോഡാണ് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ റോഡ് യൂസ് ചെയ്യുന്നത് ഇതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി. പിത്ത് ബോൾസിനെ ചാർജ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ്, അതിന് സ്റ്റാറ്റിക് ചാർജ് കൊടുക്കുന്ന ആ സാധനമാണ് എന്താണ് ഗ്ലാസ് റോഡ് റബ്ബ് വിത്ത് സിൽക്ക്. അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നത്. കാര്യം ഇവിടെ രണ്ടും പ്ലസ് ചാർജ് ആണ് വന്നിരിക്കുന്നത്. നേരെ മറിച്ച് ഒരു പിത്ത് ബോൾസ് എന്താണ് ഒരു ഗ്ലാസ് റോഡുമായിട്ട്, ഒരെണ്ണം ഒരു പിത്ത് ബോളിനെ ഗ്ലാസ് റോഡുമായിട്ടും ഒരു പിത്ത് ബോളിനെ പ്ലാസ്റ്റിക് റോഡുമായിട്ടും ടച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ കേസിൽ അങ്ങനെയാണ് അങ്ങനെ ഒരു പിത്ത് ബോളിന്റെ അടുത്തേക്ക് ഗ്ലാസ് റോഡും മറ്റേ പിത്ത് ബോളിന്റെ അടുത്തേക്ക് പ്ലാസ്റ്റിക് റോഡും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ദേ ആർ ഫൗണ്ട് ടു അട്രാക്ട് ഈച്ച് അതർ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് പിത്ത് ബോളിന്റെ അടുത്തേക്കാണോ ഗ്ലാസ് റോഡിനെ കൊണ്ടുവന്നത്, ഗ്ലാസ് റോഡിനെ എന്താണ് ടച്ച് ചെയ്യിപ്പിച്ചത്, അവിടെ ഒരു പ്ലസ് ചാർജ് ആയിരിക്കും. ഇത് ഗ്ലാസ് റോഡിൽ ടച്ച് ചെയ്തിരിക്കുന്നതായിരിക്കും ഇത് പ്ലസ് ചാർജും. ആൻഡ് എവിടെയാണോ ഈ സിൽക്ക് റോഡും പ്ലാസ്റ്റിക് റോഡുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ പിത്ത് ബോൾ ഒരു നെഗറ്റീവ് ചാർജ് ഒക്കെ പറയും. ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നത് അട്രാക്ട് ചെയ്യും. ഓക്കെ,
സോ ബേസിക്കലി ഇത് ജസ്റ്റ് നിങ്ങൾ ഇത് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് അത് ബേസിക്കലി നമുക്കിപ്പോൾ ഇവിടെ വരുന്ന ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്നുള്ള കാര്യം അവർ പറയാൻ വേണ്ടി കുറേ ഡെമോൺസ്ട്രേഷൻ എടുത്തിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ കാര്യം പറയുന്നത്. ഞാൻ അത് ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ജസ്റ്റ് കാര്യങ്ങൾ ഇനിയാണ് ഇതിന്റെ ഇൻഫറൻസസിലേക്ക് വരികയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾക്ക് സിമിംഗ്ലി സിമ്പിൾ ആയിട്ട് തോന്നിയ ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് വർഷത്തെ അനാലിസിസുകൾ കൊണ്ട് ഒരുപാട് എക്സ്പെരിമെന്റ്സും ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഒരുപാട് വർഷത്തെ പ്രയത്നം കഴിഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിലായത് അത് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ദർ ആർ ഓൺലി 2 kinds ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ അത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, പോസിറ്റീവും നെഗറ്റീവും, അങ്ങനെ രണ്ടെണ്ണം ഉള്ളൂ. ഓക്കെ, മാത്രമല്ല ബോഡീസ് എന്ന് പറയുന്നത് ഇത് ഇപ്പൊ ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റോഡോ സിൽക്കോ ഫറോ അതുപോലെ പിറ്റ് ബോൾസോ ഒക്കെ നമ്മളിങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചാർജ് അക്വയർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ദേ ആർ ഇലക്ട്രിഫൈഡ് എന്നാ പറയാം. അതായത് റബ്ബ് ചെയ്യുമ്പോൾ അവരൊരു ഇലക്ട്രിക് ചാർജ് അക്വയർ ചെയ്യും. ഓക്കെ, ഓൺ റബ്ബിംഗ് മെറ്റീരിയൽ അക്വയർസ് ഇലക്ട്രിക് ചാർജ്. റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും മെറ്റീരിയൽസ് ഇലക്ട്രിക് ചാർജ് അക്വയർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ ബേസിക്കലി ഇവിടെ നമ്മൾ വന്ന ഈ കൺക്ലൂഷൻ ഇതാണ്, ലൈറ്റ് ചാർജസ് റിപ്പൽ. ഒരേ ചാർജസ് ആണെങ്കിൽ അവര് റിപ്പൽ ചെയ്യും, ഒരേ ചാർജസ് റിപ്പൽ ചെയ്യും. ഡിഫറെന്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അത് മാത്രമല്ല ചാർജസ് എന്ന് പറയുന്നത് എന്താണ്, കോണ്ടാക്റ്റിൽ ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ റോഡിന്റെ അതിന് പിറ്റ് ബോളിലേക്ക് ചാർജ് നമ്മൾ ഇവിടെ കണ്ട പോലെ ഒരു ഗ്ലാസ് റോഡ് വെച്ച് ഇപ്പം ഇവിടെ ഫസ്റ്റ് കേസ് എന്താണ്, പ്ലാസ്റ്റിക് റോഡ് ഫെറോ ആയിട്ട് റബ്ബ് ചെയ്ത പ്ലാസ്റ്റിക് റോഡ് ഈ പിറ്റ് ബോൾസിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇതിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ചാർജസ് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും ഓൺ കോണ്ടാക്ട്. ഓക്കെ, അതും ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലായി, ചാർജസ് ട്രാൻസ്ഫർ ഓൺ കോണ്ടാക്ട്. കോണ്ടാക്റ്റിൽ വരുമ്പോൾ ചാർജസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടേക്ക് പിറ്റ് ബോൾസിന് എങ്ങനെയാണ് ചാർജസ് അക്വയർ ചെയ്തതെന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് പിറ്റ് ബോൾസ് ആർ ഇലക്ട്രിഫൈഡ് ഓർ ചാർജ് ബൈ കോണ്ടാക്ട് എന്ന് നമുക്ക് പറയാം. അപ്പം ഈ രണ്ട് കൈൻഡ്സ് ഓഫ് ചാർജസിനെ ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ പൊളാരിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത്. പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ സാധനമാണ് പൊളാരിറ്റി. പൊളാരിറ്റി മീൻസ് either they are positive or negative. ഓക്കെ, അപ്പൊ നോക്കി ഇത് ആ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തേ ഉള്ളൂ. അപ്പൊ ബേസിക്കലി നമുക്ക് എന്താണ്, ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ പടം എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ഈ 3 കാര്യങ്ങളാണ് ഈ പടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട ഓൺ റബ്ബിംഗ് മെറ്റീരിയൽസ് അക്വയർ ഇലക്ട്രിക് ചാർജ്. പിന്നെ ഈ 3 കാര്യം, ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജ് അട്രാക്ട്, ചാർജ് ട്രാൻസ്ഫർ ഓൺ കോണ്ടാക്ട്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമുക്ക് നോക്കിക്കേ. അപ്പൊ നോക്കുക, നമ്മളിപ്പോ ഒരു ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇപ്പം ഗ്ലാസ് റോഡ്, ഈ ഒരു എക്സാമ്പിൾ ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക്. ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്ലാസ് റോഡിന് ഒരു ചാർജ് കിട്ടും. ബേസിക്കലി ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്, സിൽക്ക് റോഡിന് ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരിക. ഏത് സാധനങ്ങൾ റബ്ബ് ചെയ്താലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. ഓക്കെ, ഇതാണ് ആ ഇലക്ട്രിഫിക്കേഷൻ പ്രോസസ്. ഓക്കെ, നേരെ മറിച്ച് ഇപ്പം ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്തു. അപ്പൊ ഗ്ലാസ് റോഡിന് എന്ത് കിട്ടി? പോസിറ്റീവ് ചാർജ് കിട്ടി. സിൽക്ക് റോഡിന് നെഗറ്റീവ് ചാർജ് കിട്ടി. അത് ഇലക്ട്രിഫൈഡ് ആയിട്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഈ രണ്ട് സാധനങ്ങളും കൂടി നമുക്കറിയാം, ഈ ഇലക്ട്രിഫൈഡ് ആയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തതിനു ശേഷം ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഈ രണ്ട് സാധനത്തിനെയും കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അട്രാക്ട് ചെയ്യത്തില്ല, റിപ്പല്ലും ചെയ്യത്തില്ല. ഓക്കെ, കാര്യം എന്താണ്? അതായത് റബ്ബിങ്ങിലൂടെ അവർ അക്വയർ ചെയ്ത ആ ചാർജ് എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവും സിൽക്കിന് നെഗറ്റീവും കിട്ടി. അങ്ങനെ കിട്ടിയിരിക്കുന്ന ആ ചാർജ് അവരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുവാണ്. മനസ്സിലായി? അവർക്ക് എന്ത് ചാർജാണ് അവർ അക്വയർ ചെയ്തത് അവർ നഷ്ടപ്പെടും. അതായത്
ഈ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ചാർജ് ഈ ഒബ്ജക്റ്റ് അക്വയർ ചെയ്തതെന്ന് പറയുന്നത് ന്യൂട്രലൈസ് ചെയ്യും അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യും. ഓക്കെ, ഈ ഇലക്ട്രിഫൈഡ് ഉള്ള സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ചാർജസ് അവർക്ക് വീണ്ടും നള്ളിഫൈ ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള സാധനം പിന്നെ ഒന്നിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ അട്രാക്ഷനോ റിപ്പൾഷനോ നടക്കത്തില്ല. അപ്പം ഇതിനെ ഇങ്ങനെ ഈ ചാർജസിനെ ഒന്നിനെ നമുക്ക് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും വിളിക്കാം എന്ന് പറഞ്ഞത് അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, ജസ്റ്റ് ലൈക്ക് യു സി, നമ്മളൊരു പോസിറ്റീവ് നമ്പറിന്റെ കൂടെ ഒരു നെഗറ്റീവ് നമ്പർ, ഇപ്പം +5 കൂടെ -5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഇവൻച്വലി ഗെറ്റ് 0. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു പോസിറ്റീവ് ചാർജിന്റെ കൂടെ അതേ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു നെഗറ്റീവ് ചാർജ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവൻച്വലി യു വിൽ ഗെറ്റ് 0. അതിനെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുക. ഓക്കെ, നള്ളിഫൈ എഫക്റ്റ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബൈ കൺവെൻഷൻ, ഓക്കെ, ബൈ കൺവെൻഷൻ നമുക്ക് എന്തിനേയും പോസിറ്റീവ് എന്നും എന്തിനേയും നെഗറ്റീവ് എന്ന് വിളിക്കാം. ആക്ച്വലി ഇനി എങ്ങനെയാണ് അത് എടുക്കുന്നതെന്നൊക്കെ നമ്മൾ വഴിയെ നമുക്ക് മനസ്സിലാക്കാം. ബൈ കൺവെൻഷൻ ഇത് ഓർത്തിരിക്കുക. ചാർജ് ഓൺ ഗ്ലാസ് റോഡ്, അത് ഗ്ലാസ് റോഡിലുള്ള ചാർജ് അല്ലെങ്കിൽ കാറ്റ്സ് ഫർ, അതിൻ്റെ അവിടുത്തെ ഒക്കെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ചാർജ് ഓൺ പ്ലാസ്റ്റിക് റോഡ് അല്ലെങ്കിൽ സിൽക്ക്, ചാർജ് ഓൺ പ്ലാസ്റ്റിക് റോഡ് അല്ലെങ്കിൽ സിൽക്ക് എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രിക് ചാർജ് പൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇലക്ട്രിഫൈഡ് ആയി അല്ലെ ചാർജ് ആയി എന്ന് പറയും. ഓക്കെ, an object possessing electric charge പൊസസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനാണ് നമ്മൾ ഇലക്ട്രിഫൈഡ് എന്ന് പറയും അല്ലെങ്കിൽ ചാർജ് എന്ന് പറയും. ഇനി അതിന് ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ന്യൂട്രൽ എന്ന് പറയും. an object which has no charge, ചാർജ് ഇല്ല എങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ്, okay, it has no charge, that ഞാൻ ഇപ്പത്തെ ഇതാണ്, an object which has no charge, അങ്ങനെ ചാർജ് ഇല്ല, ന്യൂട്രലൈസ്ഡ് ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയും that being electrically neutral എന്ന് പറയും. ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയും. ഓക്കെ, അത് നമുക്കറിയാം പഴയ കാലത്ത് ഇലക്ട്രിസിറ്റി ഒരുപാട് വർഷം, അതായത് സയൻസ് ഒക്കെ ഇത്രയും പുരോഗമിക്കുന്നതിന് വളരെ പഴയ കാലത്ത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം രണ്ട് സെപ്പറേറ്റ് സബ്ജക്ട്സ് ആയിട്ടായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീടാണ് ഇലക്ട്രിക് ചാർജസ് ഇൻ മോഷൻ, അത് ചാർജസ് ഇൻ മോഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ മൂവിങ് മാഗ്നറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ ഉള്ളത് പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ യൂണിഫിക്കേഷൻ ആണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ കാണുന്നത്. ഓക്കെ, നമ്മുടെ ചുറ്റുമുള്ള പല ഫിനോമിനും ഇലക്ട്രോ മാഗ്നറ്റിസം വെച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ഫോഴ്സ് ഓഫ് നേച്ചർ ആണ്. അപ്പം നമുക്ക് ഇന്ന് ഈ മോഡേൺ വേൾഡിൽ കാണുന്ന ഒരുപാട് ഈ ടെക്നോളജിക്കൽ സിവിലൈസേഷന്റെ എല്ലാം കാരണം ഈ ഒരു ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ആ ഒരു സയൻസ് ആണ്. ഈ ഒരു സയൻസ് കാരണമാണ് നമ്മുടെ ഇലക്ട്രിക് പവർ, ടെലികമ്മ്യൂണിക്കേഷൻ, റേഡിയോ, ടെലിവിഷൻ, ഒരുപാട് പ്രാക്ടിക്കൽ അപ്ലയൻസസ് എല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാം, all those are based on the principle of electromagnetism. Okay, ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ള ഒരു ഫോഴ്സ് ആണ്, ആൻഡ് അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിയും സ്ട്രോങ്ങറും ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററുകളിലൂടെ ഈ ഫൗണ്ടേഷൻ നമുക്ക് വേണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് നമ്മുടെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എല്ലാം ഈ ഒരു സയൻസിന്റെ ഫൗണ്ടേഷനിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതിന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ബോഡിയിലെ ചാർജ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു സിമ്പിൾ അപ്പാരറ്റസ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അതാണ് താഴത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്, അതാണ് ഈ താഴത്തെ പടം. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ഇതെന്ന് പറയുന്ന ഒരു സിമ്പിൾ അപ്പാരറ്റസ് ആണ് ടു ഡിറ്റക്ട് ചാർജ് ഓൺ ബോഡി. ഒരു ബോഡിയിലെ ചാർജ് ഡിറ്റക്ട് ചെയ്യാനുള്ള സിമ്പിൾ അപ്പാരറ്റസ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഈ പടത്തിൽ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ കാര്യമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഈ പടം ദിസ് ഇസ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് വെച്ചാൽ സിമ്പിൾ അപ്പാരറ്റസ് ആണ്. നോക്കുക, അപ്പൊ അതെങ്ങനെയാണ്, നമുക്കൊരു വെർട്ടിക്കൽ മെറ്റൽ റോഡ് കാണാം ഇവിടെ, അല്ലെ? ഇവിടെ ഒരു മെറ്റൽ റോഡ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, ആൻഡ് ഇതൊരു മൊത്തത്തിൽ ഒരു ബോക്സിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എൻകേസ്ഡ് ഇൻ എ ബോക്സ്, ഒരു ബോക്സിന്റെ അകത്താണ്.
പിന്നെ ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ ഗോൾഡ് ലീവ്സ് കാണാം. താഴെ ഗോൾഡ് ലീവ്സ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം, ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഈ മെറ്റൽ നോബ്, ഇവിടെ ഈ മെറ്റൽ നോബിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് താഴേക്ക് വരുന്നു. ചാർജ് ഫ്ലോ ചെയ്ത് താഴേക്ക് വന്നിട്ട് ഈ ലീവ്സ് വരെ എത്തും. ഗോൾഡ് ലീവ്സിൽ എത്തിയിട്ട് ഡൈവേർജ് ചെയ്യും. അപ്പൊ എത്രമാത്രം ഡൈവേർജൻസ് ഉണ്ടോ അതാണ് എത്രമാത്രം ചാർജ് ആ മെറ്റീരിയലിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇതൊരു സിമ്പിൾ അപ്പാരറ്റസ് ആണ്. അപ്പൊ ദ ഡിഗ്രി ഓഫ് ഡൈവേർജൻസ്, okay, degree of divergence of gold leaves when a charged object is brought in contact with the metal knob, is brought in contact with metal knob, is the indicator, is the indicator of amount of metal charge, is the indicator of amount of metal charge, sorry, amount of charge. അപ്പൊ അതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ. ഇനി നമുക്ക് സാധാരണ ഒരു ചെറിയ ഇലക്ട്രോസ്കോപ്പ് വേണമെങ്കിൽ അത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലത്തെ ഇതെന്ന് പറയുന്നൊരു സിമ്പിൾ, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിമ്പിൾ ഇലക്ട്രോസ്കോപ്പ്. സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രോസ്കോപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അതിനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അലൂമിനിയം കർട്ടൺ റോഡ് എടുക്കുക. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ അലൂമിനിയത്തിന്റെ കർട്ടൺ റോഡ് കാണുമല്ലോ, തൂക്കുന്നത്. അലൂമിനിയത്തിന്റെ തന്നെ ആവണം. അത് നിങ്ങൾക്കറിയാം, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലെ? കർട്ടൺ റോഡ് ഇങ്ങനെയല്ലേ? കർട്ടൺ റോഡിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. എന്നിട്ട് ഇവിടുന്നാണല്ലോ നമ്മളിങ്ങനെ കർട്ടൺ ഇവിടെ തൂക്കിയിടുന്നത്. ഇതാണല്ലോ ബേസിക് ഷേപ്പ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കർട്ടൺ റോഡ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ബോൾ ഇവിടെ റീറ്റെയിൻ ചെയ്യുക. ആ ബോളാണ് ഈ ബോൾ, ഒരെണ്ണം. ഓക്കെ, ആൻഡ് ഇവിടുന്ന് ഒരു 20 സെന്റിമീറ്റർ അളക്കുക. 20 സെന്റിമീറ്റർ അളന്നിട്ട് ഈ സൈഡ് മുറിച്ചിട്ട് ഈ ഭാഗം ഫ്ലാറ്റ് ആക്കുക. നമുക്ക് ഇത്രയും വേണ്ട, ഇത്രയും നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ മുഴുവൻ പോയി. ഓക്കെ, ഇത്രയും വരെ മതി. നമുക്ക് ഈ ഇവിടേക്കുള്ള ബാക്കിയുള്ള സാധനം, ഈ ബോൾ നമ്മൾ എടുക്കുന്നില്ല, ഇവിടെ വരെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. നമുക്ക് ഇത്രയും മതി. ഓക്കെ, ഈ കട്ടൻ്റെ ഒന്ന് ഫ്ലാറ്റ് ആക്കുക. ഇവിടെ നമ്മൾ എന്നിട്ട് ഫ്ലാറ്റ് ആക്കുകയാണ്. എന്നിട്ട് ഒരു വലിയ ബോട്ടിൽ എടുക്കുക. ഇവിടെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഇതുപോലത്തെ ഒരു വലിയ ബോട്ടിൽ എടുക്കുന്നു. ഓക്കെ, നമ്മളൊരു ലാർജ് ബോട്ടിൽ എടുക്കുന്നു. അതിന് ഈ റോഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ റോഡാണ് ഇങ്ങനെ 20 സെന്റിമീറ്റർ ഈ റോഡാണ് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു കോർക്ക് കാണാം. യു കെൻ സി എ കോർക്ക് ഹിയർ. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഓപ്പണിങ്, ആ ഒരു ബോട്ടിലിന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർക്ക് അത് കൂടി വേണം. എന്നിട്ട് ആ കോർക്കിന്റെ നടുക്ക് നമ്മളൊരു ഹോൾ ഇടും. ആ ഹോളിലൂടെയാണ് നമ്മൾ ഈ മെറ്റൽ റോഡിനെ കയറ്റുന്നത് ഇതിൻ്റെ അകത്തേക്ക്. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് കയറ്റുന്നു. ഈ കട്ടായിട്ടുള്ള എൻഡ്, നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ എൻഡാണ് താഴെ വരേണ്ടത്. ബോൾ നമുക്ക് മുകളിൽ തന്നെ വേണം. ബോൾ എൻഡ് ഒരു 5 സെന്റിമീറ്റർ, ഇതിന്റെ മേളിലേക്ക് ഒരു 5 സെന്റിമീറ്ററിന്റെ മുകളിലായിട്ട് ബോൾ വെക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ സ്കെയില് നേരത്തെ തന്നെ ഈ ബോട്ടിലിന്റെ അകത്തേക്ക് ഇടാം. ഓക്കെ, ഒരു പേപ്പർ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ലീവ്സ് എത്രമാത്രം, ഈ ലീവ്സിന്റെ ഡൈവേർജൻസ് ആണല്ലോ ബേസിക്കലി നമുക്ക് ഇവിടെ ചാർജ് ബോഡീസ് കൊണ്ടുവരുമ്പോൾ എത്രമാത്രം എന്നിട്ട് ഈ ലീവ്സ് ഡൈവേർജ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ലീവ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അപ്പം എന്നിട്ട് ഇവിടെ ഒരു അലൂമിനിയം ഫോയിൽ വെക്കുകയാണ്. ഈ ഫ്ലാറ്റൻഡ് എൻഡിൽ ഒരു സെല്ലോസ് ടേപ്പ് വെച്ചിട്ട് ഈ ഒരു അലൂമിനിയം ഫോയിൽ ഇവിടെ ഇങ്ങനെ വെക്കും. അപ്പൊ ഈ അലൂമിനിയം ഫോയിലാണ് ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ലീവ്സ്. ഓക്കെ, അപ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് ഈ ഒരു എന്തെങ്കിലും ചാർജ് ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അത് ഫ്ലോ ചെയ്ത് ഈ അലൂമിനിയം ലീവ്സ് സെപ്പറേറ്റ് ആവും. ചാർജ് ആണെങ്കിൽ എത്ര മാത്രം ഉണ്ടോ അത്രയനുസരിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഡൈവേർജ് ചെയ്യും. അപ്പൊ അതാണ് അതിന്റെ മെഷർ. അപ്പൊ ആ മെഷർ അറിയാൻ വേണ്ടി ഒരു സ്കെയിൽ, ഒരു പേപ്പർ സ്കെയിൽ നമുക്ക് ഓൾറെഡി തന്നെ ഇവിടെ വെക്കാം. സോ എത്രമാത്രം ലീവ്സിന് സെപ്പറേഷൻ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു സെപ്പറേഷൻ എത്രമാത്രം സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു റഫ് എമൗണ്ട് നമുക്ക് തരും. എത്രമാത്രം ഇലക്ട്രോസ്കോപ്പിൽ എത്രമാത്രം ചാർജ് ഉണ്ടെന്നുള്ളതിന്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടാൻ ഇത് സാധിക്കും. അപ്പൊ ഈ ഇലക്ട്രോസ്കോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ചാർജ് ബോഡീസിന്റെ അട്രാക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വൈറ്റ് പേപ്പർ സ്ട്രിപ്സ് ഉപയോഗിക്കാം. ഓക്കെ, അതായത് നമ്മൾ ഈ പേപ്പർ സ്ട്രിപ്പ് ഒന്ന് മടക്കുക.
സോ ദാറ്റ് യു ക്യാൻ ഫോൾഡ് ഇറ്റ്. എന്നിട്ട് ആ സ്ട്രിപ്പ് തുറന്നിട്ട് ഒന്ന് സ്ലൈറ്റ്ലി ഒന്ന് അയൺ ചെയ്യുക. അത് ഇങ്ങനത്തെ മൗണ്ടൻ ഫോൾഡ് ഉണ്ടാക്കുക. എന്നിട്ട് മൗണ്ടൻ ഫോൾഡ്, ഇതിനാണ് അത് രണ്ട് വശത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുന്നതിന് നമ്മൾ മൗണ്ടൻ ഫോൾഡ് ഉണ്ടാക്കുക. അപ്പൊ അതുപോലെ ആക്കുക. ഓക്കെ, ഇങ്ങനെ അത് ആദ്യം മൗണ്ടൻ ഫോൾഡ് ആക്കുക. എന്നിട്ട് ആ സ്ട്രിപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്ലൈറ്റ് ആയിട്ടൊന്ന് അതിനെ അയൺ ചെയ്യുക. എന്നിട്ട് ആ ഫോൾഡിൽ പിടിച്ചിട്ട് അവനെ ഹോൾഡ് ചെയ്യുക. ഫോൾഡ് പിടിച്ചിട്ട് അവനെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യാം. നമുക്ക് മനസ്സിലാവും ഈ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പേപ്പർ ഫോൾഡ് ഇങ്ങനെ അത് ഓപ്പൺ അപ്പ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഈ രണ്ട് ലീവ്സും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയൺ ചെയ്തപ്പോൾ സ്ട്രിപ്പിന് എന്ത് സംഭവിച്ചു? സ്ട്രിപ്പ് അക്വയർഡ് ചാർജ്. അതുകൊണ്ടാണിത് സ്ട്രിപ്പ് അക്വയർഡ് ചാർജ്. അതുകൊണ്ടാണിത് ഇങ്ങനെ ലീവ്സ് സെപ്പറേറ്റഡ് ആവുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? ഈ അക്വയർഡ് ചാർജ് ആൻഡ് ദേ ആർ മൂവിങ് ലൈക്ക് ദിസ്, ഇങ്ങോട്ടും ഇങ്ങോട്ടും. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് കൂടാണ്, റിപ്പൽസ് ഈച്ച് അതർ. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് ഹാഫിനും ഒരേ ചാർജ് ആണ്. അതുകൊണ്ടാണ് അത് റിപ്പൽ ചെയ്യുന്നത്. ഒരേ ചാർജ് അത് അക്വയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് റിപ്പൽ ചെയ്യുന്നത്. ഇതേ എഫക്റ്റ് തന്നെയാണ് ലീഫ് ഇലക്ട്രോസ്കോപ്പിലും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും ഈ കർട്ടൻ റോഡിന്റെ നമ്മുടെ ഈ എൻഡ് ചാർജ്ഡ് ആവുകയാണ്. ഓക്കെ, ഈ സെയിം എഫക്റ്റ് തന്നെയാണ്. അത് നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രിഫൈഡ് ബോഡി ഈ കർട്ടൻ റോഡിന്റെ ഈ ബോളിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ചാർജ് എന്ത് സംഭവിക്കും? ചാർജ് ഇങ്ങനെ ട്രാൻസ്ഫർ ആയി ഈ അലൂമിനിയം ഫോയിലിൽ എത്തും. ഓക്കെ, ഈ അറ്റാച്ച് ആയിട്ടുള്ള ഇത് അലൂമിനിയം ഫോയിലാണ്. ഈ അലൂമിനിയം ഫോയിലിലേക്ക് ഈ ഒരു ചാർജ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും വെച്ചാൽ ഇത് രണ്ടും ഒരേ മെറ്റീരിയൽ, ഒരേ അലൂമിനിയം ഫോയിൽ അല്ലേ രണ്ടെണ്ണം. അപ്പൊ രണ്ടിനും എന്താണ്? സെയിം ചാർജ് ആണ്. ഇതിന് രണ്ടിൻ്റെ അകത്തും സെയിം ചാർജ് ആണ് വരുന്നത്. ഓക്കെ, സെയിം ചാർജ് വരും. അപ്പൊ സെയിം ചാർജ് ആകുമ്പോൾ എന്ത് ചെയ്യും? അതിന് അട്രാക്ഷൻ റിപ്പൾഷൻ ആണ്. അതുകൊണ്ട് അത് ഒരെണ്ണം ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഡൈവേർജിങ് ലീവ്സ്. ആ ഡൈവേർജൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ചാർജ് ആണ് ട്രാൻസ്ഫർ ആയെന്നുള്ളതിന് ഒരു റഫ് എസ്റ്റിമേറ്റ് തരാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ പേപ്പർ സ്ട്രിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഈ ഒരു ലീഫിന്റെ ഡൈവേർജൻസ് കുഡ് അക്കൗണ്ട് ഫോർ ദ എമൗണ്ട് ഓഫ് ചാർജ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം ഇവിടെ കാണിച്ചത്. ഓക്കെ, സോ ഇനി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് മെറ്റീരിയൽ ബോഡി എങ്ങനെയാണ് ചാർജ് അക്വയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം എല്ലാ സാധനങ്ങളും നമ്മൾ റഫ്ലി പറയുന്നത് മാറ്റർ ഇസ് മെയ്ഡ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് അല്ലെ. നമുക്ക് കൊച്ചിലെ നമ്മൾ പഠിക്കുന്ന എല്ലാം ആറ്റംസും മോളിക്യൂൾസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നോർമലി എല്ലാ മെറ്റീരിയൽസും എന്താണ്? എല്ലാ മെറ്റീരിയലും എടുക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. എല്ലാ മെറ്റീരിയലും ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചാർജ് ഇല്ല എന്നുള്ളതല്ല കേട്ടോ. ഞാൻ ഇവിടെ എഴുതിയിരുന്നു മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് ഒബ്ജക്ട് വിച്ച് ഹാസ് നോ ചാർജ് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ബേസിക്കലി ചാർജ് ഇല്ല എന്നുള്ളതല്ല, ചാർജ് ആർ ബാലൻസ്ഡ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചാർജ് ഇല്ലാത്ത വസ്തു എന്നല്ല, ചാർജസ് എല്ലാത്തിൻ്റെ അകത്തുണ്ട്. പക്ഷെ എമൗണ്ട് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിരിക്കും കേട്ടോ. ആ രീതിയിൽ എടുക്കുന്നത്. ചാർജ് ഇല്ല എന്നല്ല, ചാർജ് ഉണ്ട്, പക്ഷെ ചാർജസ് ബാലൻസ്ഡ് ആയിരിക്കും എല്ലാത്തിൻ്റെ അകത്തും. ഓക്കെ, ചാർജ് ബാലൻസ്ഡ് ആയതുകൊണ്ടാണ് ഈക്വൽ നമ്പർ ആണ്, അതുകൊണ്ടാണ് അത് ന്യൂട്രൽ ആയിട്ടിരിക്കുന്നത്. സോ ഐഡിയലി നമുക്ക് ചാർജ് ഇല്ലാന്ന് നേരത്തെ ചിന്തിക്കാൻ വേണം. അപ്പം എല്ലാത്തിലും എന്താ പറയാ, നമ്മുടെ ഇപ്പം മോളിക്യൂൾസിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഫോഴ്സസ്, അല്ലെങ്കിൽ സോളിഡിലെ ആറ്റംസിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഫോഴ്സ്, ഒരു ഗ്ലൂവിന്റെ ആ ഒരു അധസീവ് ഫോഴ്സ്, സർഫസ് ടെൻഷൻ അസോസിയേറ്റഡ് ഫോഴ്സ്, ഇങ്ങനെ പറയുന്ന എല്ലാ ഫോഴ്സും ബേസിക്കലി ഇലക്ട്രിക്കൽ ഫോഴ്സ് ആണ്. അത് ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫോഴ്സസ് തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ ഫോഴ്സും ആക്ച്വലി ഇലക്ട്രിക്കൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി പെർവേസീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പെർവേസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, പെർവേസീവ് ഫോഴ്സ്, അത് ഇറ്റ് എക്സിസ്റ്റ് എവ്രിവെയർ, അങ്ങനെ ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, എല്ലാ ഫീൽഡിലും നമുക്ക് ഈ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോഴ്സിനെ കുറിച്ച് കൂടുതലും പഠിക്കുക എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതാണ്. അപ്പോൾ ഇനി നോക്കിക്കേ, ഒരു ന്യൂട്രൽ
if you have a neutral body, അത് ചാർജ് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയെ നമുക്ക് ഇലക്ട്രിഫൈ ചെയ്യണമെങ്കിൽ, ഇഫ് യു നീഡ് ടു ഇലക്ട്രിഫൈ ദിസ്, ഒരു ന്യൂട്രൽ ബോഡി ഇലക്ട്രിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ പ്രോസസ്സ് ചെയ്യുന്നത്? വി ഹാവ് ടു ആഡ് ഓർ റിമൂവ് ഇലക്ട്രോൺസ്. ആ ബാലൻസിനെ നശിപ്പിക്കുകയാണ് വേണ്ടത് ബേസിക്കലി, അല്ലെ? അതിനെ മാറ്റുക. ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചാർജ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെ കുറച്ച് ചാർജ് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മളൊരു ബോഡി ചാർജ്ഡ് ആണ്, ബോഡി ഈസ് ചാർജ്ഡ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ബേസിക്കലി പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഉണ്ടായ ആ എക്സസ് ചാർജിനെയാണ് നമ്മൾ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഡെഫിസിറ്റ് ഓഫ് ചാർജിനെയും നമ്മൾ പറയും. അങ്ങനെയാണ് നമ്മളൊരു ബോഡി ചാർജ്ഡ് ആയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി ഒരു സോളിഡ്സിൽ ചില ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആറ്റത്തിന് വളരെ ലൈറ്റ്ലി ബോണ്ട് ആണെങ്കിൽ ആ ലൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ആ ഇലക്ട്രോൺസ് ആയിരിക്കും ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പം ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആവണമെങ്കിൽ ആ ബോഡിയുടെ ലൂസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ലൂസ്ലി ബോണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോഴാണ് അത് പോസിറ്റീവ് ചാർജ് ആവുന്നത്. ബേസിക്കലി പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ലൂസിങ്, പോസിറ്റീവ് ചാർജ് ആവുന്നത് when ബോഡി ലോസസ് സം ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺസ്. അത് അതിന്റെ ഇലക്ട്രോൺസ്, കുറച്ച് ഇലക്ട്രോൺസ് അതിന് നഷ്ടമാകുമ്പോഴാണ് നമ്മൾ ആ ബോഡി പോസിറ്റീവ്ലി ചാർജ് എന്ന് പറയുന്നത്. അത് ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത് ആ ബോഡിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ. നേരെ മറിച്ച് ഒരു ബോഡി നെഗറ്റീവ് ചാർജ് ആണ്, നമ്മൾ പറയുന്നത് ബോഡി ഈസ് സെഡ് ടു ബി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ഒരു ബോഡി എന്ന് നമ്മൾ പറയണമെങ്കിൽ ബോഡി ഗെയിൻ ചെയ്യുമ്പോഴാണ്, ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് it is negatively charged, gains some of electrons. ഇച്ചിരി എന്തെങ്കിലും എന്താ ബോഡി ഇലക്ട്രോൺസ് അക്വയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ നെഗറ്റീവ്ലി ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കി, ഇപ്പം ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്ലാസ് റോഡിൽ നിന്നുള്ള കുറെ ഇലക്ട്രോൺസ് ഈ സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗ്ലാസ് റോഡിലെ കുറെ ഇലക്ട്രോൺസ് ഈ സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ആവും, ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്ലാസ് റോഡിനാണ് ഇവിടെ ഇലക്ട്രോൺസ് നഷ്ടമാവുന്നത്, അല്ലെ? അപ്പൊ ഗ്ലാസ് റോഡ് വിൽ അക്വയർ പോസിറ്റീവ് ചാർജ്. സിൽക്ക് റോഡ് ആ ഇലക്ട്രോൺസ് ഒക്കെ വാങ്ങിക്കുകയാണല്ലോ, അങ്ങനെ സിൽക്ക് റോഡ് വിൽ അക്വയർ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇവിടെ പുതിയ ചാർജസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല റബ്ബിങ്ങിൽ കേട്ടോ. നോ ന്യൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, നോ ന്യൂ ചാർജസ് ആർ ക്രിയേറ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് റബ്ബിങ്. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും പുതിയതായിട്ടുള്ള ഇലക്ട്രോൺസ് ഒന്നും അവിടെ വരുന്നില്ല, സൃഷ്ടിക്കുന്നില്ല. ജസ്റ്റ് ട്രാൻസ്ഫർ ആണ്, ജസ്റ്റ് ട്രാൻസ്ഫർ. ഓക്കെ, മനസ്സിലായോ? ജസ്റ്റ് ട്രാൻസ്ഫറൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ആ ടോട്ടൽ ഇപ്പൊ ഗ്ലാസ് റോഡിന്റെ അകത്തുള്ള മൊത്തം ഇലക്ട്രോൺസിനെ വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്ഫർ ആവുന്ന വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, അതായത് വളരെ ലെസ് ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്, ഇവിടുന്ന് ഗ്ലാസ് റോഡിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഒരു ബോഡി മറ്റൊരു ബോഡിയായിട്ട് റബ്ബ് ചെയ്യുമ്പം ബോഡി ചാർജ്ഡ് ആവും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചാർജിങ് അത് മനസ്സിലായോ? സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഒരു ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ബോഡീസ് ചാർജ്ഡ് ആവുന്നുണ്ട്. That is why we have to stick to certain pairs of materials to notice charging on rubbing the bodies. Okay, so that's it. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ആയ എന്താ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു.